എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ മിക്സഡ് ആയിട്ടുള്ള ഒരു വെജിറ്റബിളിൻ്റെ ഒരു ഉലർത്താണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉലർത്ത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കുക. ഇതിലേത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ക്യാബേജും ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ക്യാബേജ് പൊടിയായിട്ട് കൊത്തി അരിഞ്ഞു, ക്യാരറ്റ് നീളത്തിലരിഞ്ഞു, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഞാനിപ്പോൾ 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഒരു ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ചെറിയുള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു 1/2 പീസ് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 പീസിലധികം സവോള ഇട്ട് കൊടുക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ രണ്ടും ഒരു സ്വീറ്റ്നെസ് ഉള്ളൊരു വെജിറ്റബിളാണ്. നമുക്കറിയാം ക്യാരറ്റിനൊക്കെ ഒരു ചെറിയൊരു മധുരം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സവോളേൻ്റെ എണ്ണം അധികം കൂട്ടണ്ട കേട്ടോ. ഒരു അരപ്പൊട്ട് സവോളയുണ്ട് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് നന്നായി വഴണ്ട് കഴിഞ്ഞ ശേഷം നമ്മൾ ക്യാബേജ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാബേജ് ഒന്ന് നന്നായിട്ട് ഇളക്കി നന്നായി ചേർത്ത് കൊടുത്തതിന് ശേഷം അത് കണ്ടോ, ഇതുപോലെ നീളത്തിലാണ് നമ്മൾ കനം കുറച്ച് ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ആ ക്യാരറ്റും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ക്യാരറ്റും കൂടി ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മുളകും കൂടി എരിവിന് ആവശ്യമായിട്ട് അതൊക്കെ മുളകിൻ്റെ അളവ്, ക്യാരറ്റിൻ്റെ അളവ്, ക്യാബേജിൻ്റെ അളവൊക്കെ നമുക്ക് എന്തോരം അളവ് തോരൻ വേണോ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു പീസ് ക്യാബേജ്, അതിലേക്ക് ഒരു ക്യാരറ്റ്, ഒരു 6-7 മുളക് കൊടുത്തിട്ടുണ്ട്. മുളക് വലിയ എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് 7 എണ്ണം എടുത്തത് കേട്ടോ. അതിൽ അരപ്പൊട്ട് സവോളയാണ്, ഒരു സവോളേൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ വളരെ കുറച്ച് എമൗണ്ട് ചേർത്താൽ മതി. കാരണം ഈ ഒരു ക്യാരറ്റിൻ്റെ ഒരു കളറ് ഈ ഒരു ക്യാബേജിലേക്ക് ഇതുണ്ടോ അത്യാവശ്യം ഒരു കളറ് പിടിച്ചിട്ടുണ്ട്. ഇനി ചെറിയൊരു കളറിൻ്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ചിട്ടാൽ മതി. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും ആ ഉപ്പൊന്ന് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വളരെ പിഞ്ചായിട്ട് ഒരു 1/4 ടീസ്പൂണിലും കുറവ് അളവ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ക്യാരറ്റിൻ്റെ കളർ കുറച്ചുണ്ട്, അതുകൊണ്ടാണ് കുറച്ചളവ് ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കണ്ടോ ചെറിയൊരു പീസ് ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഈ ഒരു ചെറിയ പീസ് ഇഞ്ചി, അതുപോലെ വളരെ കുറച്ചളവിൽ കുരുമുളകും ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഇഞ്ചിയും കുരുമുളകും ചേർക്കുന്ന ഒരു തോരൻ്റെ ടേസ്റ്റിനെ ഡിഫറെൻ്റ് ആക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ തോരന് ക്യാബേജിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ നമ്മുടെ ക്യാബേജിന്. ആ ഒരു മണമൊക്കെ മാറിക്കിട്ടാനായിട്ട് നല്ലൊരു മണം നമ്മളുടെ ഈ ഒരു തോരന് കൊടുക്കാനായിട്ടും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. സൂപ്പറാണ്. ഒരു പ്രത്യേക ഒരു ഫ്ലേവർ നമ്മളുടെ ഈ ഒരു തോരന് വരും കേട്ടോ. പിന്നെ അതിലേക്ക് അതുപോലെ തന്നെയാണ് കുരുമുളക് പൊടിയും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗംഭീര തോരനാണ് കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിൽ നമ്മൾ വേറെ തേങ്ങയൊന്നും തന്നെ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അടിപൊളി തോരനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് കഞ്ഞീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ സൂപ്പറായിട്ടുള്ള തോരനാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഇതിലേക്ക് വേണമെങ്കിൽ കിഴങ്ങോ ഒക്കെ നമുക്ക് ചേർക്കാം. പയർ, കിഴങ്ങൊക്കെ ഒത്തിരി വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഈ 2 എണ്ണം മാത്രമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് രൂപത്തിൽ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ. താങ്ക് യു. ബൈ ബൈ.